ഈ കഴിഞ്ഞ ദിവസം എൻ്റെ പഴയ ഒരു സുഹൃത്ത് എന്നെ ഫോൺ ചെയ്തു. 85 വയസ്സിലേറെ പ്രായമുള്ള എൻ്റെ ഒരു പഴയ സുഹൃത്ത്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഈ പരിപാടിയിൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കെ എസ് ബേബി രാമമംഗലം എന്ന് സഞ്ചാരത്തിൻ്റെ ടൈറ്റിൽ കാർഡിൽ ഇപ്പോഴും ആളുകൾക്ക് വായിക്കാൻ കഴിയുന്ന, പ്രേക്ഷകർക്ക് വായിക്കാൻ കഴിയുന്ന ഒരാൾ. നിന്നെ ഒന്ന് കാണാൻ കൊതിയാവുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. ആ സംസാരത്തിൽ ഞങ്ങൾ പഴയകാല, ഞങ്ങളുടെ ആദ്യകാല യാത്രകളുടെ ഓർമ്മകളിലേക്ക് തിരിച്ചു നടക്കുകയുണ്ടായി. രസകരങ്ങളായ, ഇന്ന് ചിന്തിക്കുമ്പോൾ തമാശകൾ നിറഞ്ഞ കുറച്ച് യാത്രകളായിരുന്നു അത്. ഞങ്ങൾ ഒന്നിച്ചുള്ള ഒരു യാത്ര ആദ്യം ഉണ്ടാവുന്നത് തായ്ലൻഡ്, സിംഗപ്പൂർ ഒക്കെ ചേർന്ന ഒരു യാത്രയായിരുന്നു. ആ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഞാനൊരു പുലർകാലത്ത് ചെല്ലുകയാണ്. അപ്പോൾ എയർപോർട്ടിലേക്കല്ല ഞാൻ പോകുന്നത്, ഒരു എയർപോർട്ടിന് സമീപത്തുള്ള ഒരു ലോഡ്ജിലേക്കാണ് ഞാൻ ചെല്ലുന്നത്. ആ ലോഡ്ജിൽ കെ എസ് ബേബി എന്നൊരാൾ കാത്തിരിക്കുന്നുണ്ടാവും എന്ന് ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടി ടൂർ ബുക്ക് ചെയ്ത് ഞങ്ങളെ ഒന്നിപ്പിച്ച ട്രാവൽ ഏജൻറ്റ് എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ കെ എസ് ബേബി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു മധ്യവയസ്കനെ തന്നെയാണ് പ്രതീക്ഷിച്ചെങ്കിൽ അവിടെ ചെന്ന് വാതിൽ മുട്ടി വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് 65 വയസ്സുള്ള ഒരാൾ. എനിക്കന്ന് 25 വയസ്സ് പ്രായം. 25 വയസ്സുകാരനും 65 വയസ്സുകാരനും കൂടിയാണ് അടുത്ത ഒരാഴ്ച ഇനി യാത്ര ചെയ്യേണ്ടത്. അങ്ങനെയായിരുന്നു ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ 1-2 മണിക്കൂർ നേരം എനിക്ക് വലിയ ശങ്കയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒപ്പം എങ്ങനെയാണ് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ആശയങ്ങൾ, സഞ്ചാരത്തിൻ്റെ ചിത്രീകരണം, എൻ്റെ യാത്രയുടെ ഉദ്ദേശം ഇതൊക്കെ ഇദ്ദേഹത്തിന് മനസ്സിലാവുമോ എന്നുള്ള ആശങ്കയിലായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രായത്തിലേക്ക് വളർന്നെത്തിയതാണോ, അദ്ദേഹം എൻ്റെ പ്രായത്തിലേക്ക് താഴ്ന്നു വന്നതാണോ എന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഞങ്ങൾ ഒരേ വിഷയങ്ങൾ സംസാരിക്കാൻ തുടങ്ങി, ഒരേ കാര്യങ്ങളെ അപഗ്രഥിക്കാൻ തുടങ്ങി. രാഷ്ട്രീയമായും സാമൂഹ്യമായും ചരിത്രപരമായ വിഷയങ്ങളിലൊക്കെ കൗതുകവും താല്പര്യവും അറിവുമുള്ള ഒരാളാണ് ഈ കെ എസ് ബേബി എന്നെനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ 2 പേരുടെയും ജീവിത വീക്ഷണം ഏതാണ്ടൊക്കെ സമാനമാണെന്ന് മനസ്സിലായി. എന്നാൽ ചില കാര്യങ്ങളിൽ പൊരിഞ്ഞ് അടി കൂടുകയും ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. ഒരിക്കൽ സിംഗപ്പൂരിലെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് ഞങ്ങൾ 2 പേരും രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ തുടങ്ങി. അവസാനം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ 2 പേരുടെയും വാദഗതികൾ തമ്മിൽ ഏറ്റുമുട്ടി വലിയ ശബ്ദമായി. ഒടുവിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ വാതിൽക്കൊരു മുട്ട് കേട്ടു. വാതിൽ തുറന്നപ്പോൾ ഹോട്ടലിലെ ഒരു ജീവനക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, തൊട്ടടുത്ത മുറികളിലൊക്കെ ഉള്ളവരെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തു, അവിടെ ഈ മുറിയിൽ നിന്ന് വലിയ വഴക്ക് നടക്കുകയാണ്, പോയി ആ പ്രശ്നം തീർക്കാൻ പറഞ്ഞു വിട്ടു. അപ്പോഴാണ് ഞങ്ങൾ അവിടെ നടത്തിയ രാഷ്ട്രീയ ചർച്ചയുടെ ചൂടും ശബ്ദവും എത്രയുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ പോലും തിരിച്ചറിഞ്ഞത്. പിന്നീട് പല യാത്രകളിലും ഞങ്ങൾ ഒന്നിച്ചുണ്ടായി. ഈ സിംഗപ്പൂർ തായ്ലൻഡ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഒന്നിച്ച് UK ചെന്ന് അവിടെ നിന്ന് യൂറോപ്പിലേക്കൊരു യാത്ര നടത്തി. ആ യാത്രയിൽ ലണ്ടനിലെ ഹീത്രൂ എയർപോർട്ടിൽ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്ന വംശീയമായ ചില പ്രശ്നങ്ങളും അക്കാലത്തെ ചില വേദനിപ്പിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സഞ്ചാരിയുടെ ഡയറി കുറിപ്പിൽ തന്നെ. ആ ലണ്ടനിൽ നിന്ന് ഞങ്ങൾ പിന്നീട് യൂറോപ്പിലേക്ക് പോയി. യൂറോപ്പിലെ 6-7 രാജ്യങ്ങൾ കറങ്ങി 10-25 ദിവസത്തിന് ശേഷമാണ് തിരികെ എത്തുന്നത്. അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങൾ യൂറോപ്പിലൂടെ യാത്ര ചെയ്തു. പിന്നീട് ചൈനയിലൂടെ ദീർഘമായൊരു യാത്ര ഞങ്ങൾ ഒന്നിച്ച് നടത്തി. ഇത്രയും യാത്രകളാണ് എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ ഒന്നിച്ച് നടത്തിയ യാത്ര. പിന്നീട് ഒരു മലേഷ്യൻ യാത്രയും നടത്തി. അപ്പോഴേക്കും പിന്നീട് സഞ്ചാരത്തിൻ്റെ ചിത്രീകരണത്തിന് വേണ്ടി എനിക്ക് വളരെ ഫ്രീക്വൻ്റായിട്ട് യാത്ര ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിന് അത്ര ഫ്രീക്വൻ്റായിട്ട് യാത്ര ചെയ്യാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് ഞങ്ങൾ ഒന്നിച്ചുള്ള യാത്ര അധികം ഉണ്ടായിട്ടില്ല. പക്ഷേ ആദ്യകാലത്ത്, സഞ്ചാരത്തിൻ്റെ ആദ്യ നാളുകളിൽ എനിക്ക് വലിയൊരു പിന്തുണയായിരുന്നു ഇദ്ദേഹം, ഈ കെ എസ് ബേബിച്ചായൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ മാത്രമല്ല, രാമമംഗലം എന്ന പ്രദേശത്തുള്ള നാട്ടുകാരെല്ലാം അദ്ദേഹത്തെ ബേബിച്ചായൻ എന്നാണ് വിളിക്കുന്നത്. ആ നാട്ടുകാരുടെ ഒരു കാരണവരാണ് മൂപ്പര്. വളരെ രാഷ്ട്രീയ ബോധമുള്ള, ചിന്താശേഷിയുള്ള, ചരിത്രബോധമുള്ള, ബാല്യകാലം മുതൽ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം എങ്ങനെ എനിക്ക് സഹായകമായി എന്ന് ചോദിച്ചാൽ, അക്കാലത്ത് നമുക്കറിയാം വളരെ ചുരുങ്ങിയ ചിലവിൽ വേണം യാത്രകൾ ചെയ്യാൻ. അക്കാലത്തല്ല, ഇക്കാലത്ത് ഞാൻ വളരെ ചുരുങ്ങിയ ചിലവിൽ ചെറിയ പണം കൊണ്ടാണ് യാത്രകൾ ചെയ്യാറ്. അല്ലാതെ വലിയ സാമ്പത്തിക ചിലവുകളുള്ള ഒരു യാത്രയും ഞാൻ സാധാരണഗതി നടത്താറില്ല. എൻ്റെ ബഹിരാകാശ യാത്ര മാത്രമാണ് അല്പം കൂടിയ ചിലവുള്ള ഒരു യാത്ര. അന്റാർട്ടിക്കയിലേക്ക് നടത്തിയ യാത്ര പോലും ഞങ്ങൾ 6-7 ആളുകൾ ആ ചിലവുകൾ ചുരുക്കി
ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ അലേഹോ കോൺട്രാറസിനൊപ്പം നടത്തിയ യാത്രകളാണ്. അപ്പോൾ അക്കാലത്ത് ഇന്നത്തേതിനേക്കാൾ ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ യാത്ര ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഞങ്ങളുടെ ടൂർ കോർഡിനേറ്റ് ചെയ്തിരുന്ന ആദ്യകാലത്ത് നളിന പൊതുവാൾ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും സീനിയറായ ഒരു ട്രാവൽ ഏജൻറ്റാണ്, ടൂർ കമ്പനി നടത്തുന്ന ആളാണ്. അവർ പറയുമായിരുന്നു, ഒരാൾ തനിച്ച് യാത്ര ചെയ്താലും 2 പേര് യാത്ര ചെയ്താലും ഏതാണ്ട് സമാനമായ ചിലവുകളാണ് വരിക. അതായത് നമുക്കറിയാം, ഒരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്യുമ്പോൾ സിംഗിൾ റൂം ആണെങ്കിലും ഡബിൾ റൂം ആണെങ്കിലും 2 പേര് ഒക്യുപ്പൈ ചെയ്താലും ഒരാൾ ഒക്യുപ്പൈ ചെയ്താലും ഏതാണ്ട് വലിയ വ്യത്യാസം ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഈ പാക്കേജ് ടൂറുകളിൽ ഒരാൾ പങ്കെടുത്താലും നമ്മൾ പലപ്പോഴും 2 പേരുടെ നിരക്ക് പേ ചെയ്യണം. അതുകൊണ്ട് ഞങ്ങൾ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ പകുതി ചിലവിൽ യാത്ര ചെയ്യാമെന്നർത്ഥം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ആദ്യം ഇദ്ദേഹത്തെ വിളിക്കും, എങ്ങനെയാണ് നമുക്കൊന്ന് പോയാലോ? ഇദ്ദേഹം റെഡിയാണ്, എപ്പോൾ വിളിച്ചാലും റെഡിയാണ്. പുള്ളിക്ക് സ്വന്തമായ ചില ബിസിനസ്സുകളുണ്ട്, അത്യാവശ്യം നല്ല വെൽ ഓഫായ ഒരു മനുഷ്യനായതുകൊണ്ട് പുള്ളിക്ക് യാത്രയ്ക്ക് പണത്തെക്കുറിച്ച് വലിയ ആശങ്കയൊന്നുമില്ല. എന്നാൽ വീട്ടുകാർക്ക് ചില അഭിപ്രായ വ്യത്യാസം ഇദ്ദേഹത്തിൻ്റെ നിരന്തരമായ യാത്രകളുണ്ടെങ്കിലും അതൊന്നും വലിയ കൂസാത്ത ഒരാളാണ്. നാട്ടുകാരുടെ മുന്നിൽ ഇപ്പം ഞാൻ സഞ്ചരിക്കുന്നതിന് ഒരു കാരണമുണ്ട്, സഞ്ചാരം ചിത്രീകരണത്തിന്. ഇദ്ദേഹം സഞ്ചരിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് നാട്ടുകാർക്ക് ഉത്തരം കിട്ടുന്നില്ല. അതായിരുന്നു ആദ്യകാലത്തെ പ്രശ്നങ്ങൾ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജീവിതം സാഫല്യം എന്ന മട്ടിലാണ്, ജീവിതത്തിൻ്റെ അർത്ഥം ഇതാണ് എന്ന മട്ടിലാണ് യാത്രകൾ ചെയ്യുന്നത്. പഠിക്കുകയാണ്, ലോകത്തെ കാണുകയാണ്. അദ്ദേഹം ഓരോ സ്ഥലത്തും ലോകാത്ഭുതങ്ങളിൽ പലതിലും പോയി നിന്ന് അവിടെ ഒരു 10 മിനിറ്റ് നിന്നിട്ട് എന്നോട് ആത്മകഥം പോലെ പറയും, അല്ലെങ്കിൽ എന്നോട് ചോദിക്കും, എടാ ഇതൊന്നും കാണാതെ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? എൻ്റെ നാട്ടിൽ എന്നേക്കാൾ പണമുള്ളവരുണ്ട്, അവരിൽ പലരും ഇതൊന്നും കണ്ടിട്ടേ ഇല്ലല്ലോ എന്നോ ഇവിടെ നിന്ന് ഞാൻ ഓർക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതം എത്ര വേസ്റ്റായിപ്പോയി എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്ന് ഇദ്ദേഹം എന്നോട് പലപ്പോഴും പറയാറുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണം. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ കൂടെ കൂട്ടി ഞാൻ ആദ്യകാലത്ത് നടത്തിയ യാത്രകളിൽ പലതും എൻ്റെയും ആദ്യകാല യാത്രകളായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മണ്ടത്തരങ്ങളും അബദ്ധങ്ങളും നിരന്തരം സംഭവിക്കുമായിരുന്നു. ഇന്ന് ഞാൻ ഈ യാത്രകളിൽ 22-23 വർഷത്തെ യാത്രകൾക്ക് ശേഷം ഒത്തിരി പാഠങ്ങൾ പഠിച്ചു. ഞാനൊരു വിദഗ്ധനായി മാറി യാത്രയിൽ. അതോടെ അബദ്ധങ്ങളുടെ സ്കോപ്പ് വളരെ കുറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കഥകൾ ഞാൻ പറയുമ്പോൾ യാത്രകളുടെ കാഴ്ചകളുടെ കഥകളെ എനിക്ക് പറയാൻ കൂടുതലുള്ളൂ. വലിയ അബദ്ധങ്ങളൊന്നും സംഭവിക്കാറില്ല. അബദ്ധം കൂടാതെ, വീഴ്ചകൾ കൂടാതെ, പ്രതിസന്ധികൾ കൂടാതെ എങ്ങനെ യാത്ര ചെയ്യണമെന്ന് ഞാൻ പഠിച്ചു. ഒപ്പം ഇൻ്റർനെറ്റ് എന്ന വലിയൊരു സാധ്യത, ഗൂഗിൾ എന്ന വലിയ സാധ്യത, ഗൂഗിൾ മാപ്പ് എന്ന വലിയ സാധ്യത, ഇൻ്റർനെറ്റിലൂടെ ഹോട്ടൽ ബുക്ക് ചെയ്യാനും ടിക്കറ്റുകൾ എടുക്കാനുമുള്ള വലിയ സാധ്യതകൾ മുമ്പിലുള്ള ഒരു കാലത്ത് അത്യാവശ്യം ബോധമുള്ള ഏതൊരാൾക്കും അബദ്ധങ്ങളൊന്നും പറ്റാതെ, പ്രശ്നങ്ങളൊന്നും കൂടാതെ യാത്ര ചെയ്യാനുള്ള സൗകര്യമൊരുക്കുന്നുണ്ട്. എന്നാൽ ആ ഇൻ്റർനെറ്റ് ഇല്ലാത്ത കാലത്ത് അതല്ല. വലിയ വായന, അഗാധമായ അറിവ്, നിരന്തരമായ ഹോംവർക്ക്, വലിയ ബന്ധങ്ങൾ, യുക്തിബോധത്തോടെ അപ്പം തീരുമാനമെടുക്കാനുള്ള കഴിവ്, നമ്മളെ അറിയാത്ത നമുക്കറിയാത്ത ഒരു നാട്ടിൽ അപരിചിതരായ ആളുകളുടെ അടുത്ത് നിന്ന് ഒരു പ്രതിസന്ധിയിൽ രക്ഷപ്പെട്ടു പോരാനുള്ള വലിയ ഒരു വൈദഗ്ധ്യം, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അക്കാലത്ത് യാത്രകൾ ചെയ്ത് ഉദ്ദേശിക്കുന്ന സമയത്ത് തിരികെ വരാൻ പറ്റുമായിരുന്നുള്ളൂ. അതാണ് അന്നത്തെ ത്രില്ലും. അത്രയും യാത്രകളുടെ ഒരാവേശവും അതൊക്കെയാണ്. അപ്പം ഞങ്ങൾ ആദ്യത്തെ ഈ തായ്ലൻഡ്, സിംഗപ്പൂർ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് 2 പേർക്കും ബോധ്യപ്പെട്ടു തരക്കേടില്ലാത്ത സൗഹൃദമാണിത് എന്ന്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യും, അപ്പോൾ ചർച്ച ചെയ്യും. നമുക്കിനി ലണ്ടൻ ടു ലണ്ടൻ ഒരു ടൂറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോയാലോ? അതായത് ലണ്ടനിൽ നിന്ന് പുറപ്പെട്ട് യൂറോപ്പിലാകെ കറങ്ങി തിരിച്ച് ലണ്ടനിൽ വന്ന് കയറിപ്പോരുന്നൊരു യാത്ര. 10-21 ദിവസമാകും. ഞങ്ങൾ നളിനയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് തരണം. അപ്പോൾ കുറേ ദിവസങ്ങളെടുത്ത് നളിന അതിൻ്റെ കോസ്മോസ് ടൂർ കമ്പനിയിൽ ബുക്ക് ചെയ്തു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ കിട്ടണം. വിസ യൂറോപ്യൻ ഷെങ്കൻ വിസയും വേണം, UK വിസയും വേണം. ഈ UK വിസയാണ് ഇത്തിരി ബുദ്ധിമുട്ട്. യൂറോപ്യൻ വിസ കിട്ടാൻ അന്ന് ബുദ്ധിമുട്ടുണ്ട്, ഇന്നും ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും UK വിസ അമേരിക്കൻ വിസ കിട്ടുന്നതിൻ്റെ ഏതാണ്ടൊരടുത്ത ബുദ്ധിമുട്ട് നിറഞ്ഞ, കടമ്പകൾ നിറഞ്ഞ ഒരു പ്രോസസ്സാണ്. അപ്പോൾ അന്ന് ചെന്നൈയിലെ UK കോൺസുലേറ്റിൽ പോകണം. അതിന് നേരത്തെ തന്നെ ഈ നളിന വേണ്ട അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്തു, ബുക്ക് ചെയ്തു. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് ആപ്ലിക്കേഷനൊക്കെ നേരത്തെ തന്നെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ദിവസം കിട്ടും. അങ്ങനെ ആയിരുന്നാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. ആ ദിവസം ഞങ്ങൾ തലേന്ന് തന്നെ ഒരു ട്രെയിനിൽ ചെന്നൈയിലെത്തി. അവിടെ ഒരു ദിവസം താമസിച്ച് പിറ്റേന്ന് രാവിലെ തന്നെ ചെന്നൈയിലെ ബ്രിട്ടീഷ് കോൺസുലേറ്റിൻ്റെ വാതിൽക്കലെത്തി.
ഞങ്ങൾക്ക് നേരത്തെ അനുവദിച്ചു തന്നിരിക്കുന്ന ഏതോ ഒരു ടോക്കൺ നമ്പർ പറഞ്ഞപ്പോൾ ഞങ്ങളെ അകത്തേക്ക് കയറ്റി വിട്ടു. അകത്ത് ചെല്ലുമ്പോൾ എല്ലാ ദിവസവും നിശ്ചിത അളവ് ആളുകളെ മാത്രമേ ക്ഷണിക്കുകയുള്ളൂ, അല്ലാതെ ആരും ഇടിച്ചു കയറി അങ്ങ് ചെല്ലാറില്ല. എങ്കിലും ഒരു ഹോള് നിറയെ ആളുകളുണ്ട്, നിരവധി ആളുകൾ കാത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ടോക്കൺ നമ്പർ പല കൗണ്ടറുകൾക്ക് മുകളിലുള്ള ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ തെളിയും. അപ്പോൾ നമ്മൾ ആ കൗണ്ടറിലേക്കാണ് കയറി ചെല്ലേണ്ടത്. ഏത് കൗണ്ടറിൻ്റെ മുകളിലെ ഡിസ്പ്ലേയിലാണോ നമ്മുടെ ടോക്കൺ നമ്പർ തെളിയുക അവിടെ ചെല്ലുക. സാധാരണ ഒരു പ്രോസസ്സ് തന്നെ. അപ്പോൾ ഈ കൗണ്ടറിൻ്റെ പുറത്ത് നമ്മൾ നിൽക്കും. ഗ്ലാസ്സിനകത്ത് ഉദ്യോഗസ്ഥർ ഇരിക്കുന്നുണ്ടാവും. അവർ ചില ചോദ്യങ്ങൾ ചോദിക്കും. നമ്മൾ കൊണ്ടുചെല്ലുന്ന ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യും, ചിലത് പരിശോധിക്കും. ഇങ്ങനെ ഇതൊക്കെയായിട്ട് ഞങ്ങൾ ഈ ഹാളിൽ പോയി കാത്തിരിക്കുകയാണ് ബാക്കിയുള്ളവരുടെ ഒപ്പം. പെട്ടെന്ന് ഒരു ടേപ്പ് റെക്കോർഡറിൽ നിന്ന് ഒരു കർണാട്ടിക് സംഗീതം പോലെ ഒരു സംഗീതം ഒഴുകി വരുന്നു. ഞങ്ങൾ പെട്ടെന്ന് ഒരു സൈഡിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി നൃത്തം ആരംഭിച്ചിരിക്കുന്നു, ഭരതനാട്യം. ഈ പെൺകുട്ടി UK നൃത്തം പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണത്രേ. അവിടെ ഏതോ ഒരു സ്കൂളിലോ ഏതോ ഒരു സ്ഥാപനത്തിലോ അതോ ഏതോ പൊതു പരിപാടിക്കാണോ എന്നറിയില്ല, നൃത്തം അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി വിസ അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇവർക്ക് നൃത്തം അറിയുമോ എന്നറിയാൻ ഈ കൗണ്ടറിലിരിക്കുന്ന ആൾ ഉദ്യോഗസ്ഥൻ ഇവരെ കൊണ്ട് നൃത്തം ചെയ്യിക്കുകയാണ്. അതേതായാലും ടെൻഷൻ അടിച്ചിരുന്ന എല്ലാവർക്കും ഒരു കലാവിരുന്നായിട്ട് അനുഭവപ്പെട്ടു. ഇത്തിരി കഴിഞ്ഞപ്പോൾ വേറൊരു ഭാഗത്തു നിന്ന് കരാട്ടയുടെ ശബ്ദങ്ങൾ, കരാട്ടെ അവതരിപ്പിക്കുമ്പോൾ അവർ പുറപ്പെടുവിക്കുന്ന ചില ശബ്ദങ്ങളുണ്ടല്ലോ, ഇത് കേട്ട് നോക്കുമ്പോൾ ഒരാൾ, നല്ല കട്ട ശരീരമുള്ള ഒരാൾ അവിടെ നിന്ന് കരാട്ടയുടെ ചുവടുകൾ വയ്ക്കുന്നു. ഇത് തന്നെ UK കരാട്ട ഇൻസ്ട്രക്ടറായിട്ട് പോകുന്ന ഒരാളെ പരിശോധിപ്പിക്കുകയാണ്. അപ്പോഴത്തേക്കും ബേബിച്ചായന് ടെൻഷനായി. ബേബിച്ചായൻ ചോദിച്ചു, എടാവേ എനിക്ക് തടിമില്ലാണ് നാട്ടിലുള്ളത്, ഇവരെന്നായിരിക്കും എന്നോട് ചോദിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞ അർത്ഥം കാണിക്കാനായിരിക്കും. ഏതായാലും അങ്ങനെ ഇരിക്കെ എന്നെ വിളിച്ചു. ഞാൻ ചെന്നു. എന്നോട് എൻ്റെ ആപ്ലിക്കേഷനൊക്കെ എടുത്തു. എന്നിട്ട് ചോദിച്ചു, എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ ടെലിവിഷനിലെ പ്രവർത്തകനാണ്. എന്തിനാണ് നിങ്ങളിപ്പോൾ ലണ്ടനിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്? അപ്പോൾ ഞാൻ അതുവരെ എൻ്റെ സഞ്ചാരത്തിന് വേണ്ടിയാണെന്നൊക്കെ പറയാൻ തന്നെ കരുതി അവൾ പോയെങ്കിലും ഇയാളുടെ മുമ്പിൽ വന്ന് നിന്നപ്പം എനിക്ക് പെട്ടെന്ന് വേറൊരു തോന്നലുണ്ടായി. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻ്റായിരുന്നു. ഞാൻ പഠിച്ചത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. ഷെല്ലി, കീറ്റ്സ്, ഷേക്സ്പിയർ ഇവരൊക്കെ എൻ്റെ ആരാധനാപാത്രങ്ങളാണ്. അവർ ജനിച്ചു വളർന്ന, സാഹിത്യ സൃഷ്ടി നടത്തിയ, അവരുടെ സ്മരണകൾ ഇന്നും തുളുമ്പി നിൽക്കുന്ന ആ നാട്ടിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ എൻ്റെ സ്വപ്നമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പണം വന്നപ്പോൾ എനിക്ക് അവിടെ പോകണമെന്ന് ആഗ്രഹം തോന്നുന്നു. അദ്ദേഹത്തിന് ആ ഉത്തരം വളരെ അങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ അധികം ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ യാത്ര ഗംഭീരമാവട്ടെ, ആസ്വദിക്കുക. പോയിട്ട് ലണ്ടനിൽ ചെന്നാൽ ഗ്ലോബ് തിയേറ്ററിലേക്ക് പോകുന്ന വഴിയൊക്കെ അറിയാമല്ലോ, അവിടെ ഏത് സമയത്ത് ചെല്ലണം, ഇങ്ങനെ കുറേ ക്ലാസ്സൊക്കെ അങ്ങ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഏതായാലും എനിക്ക് വിസ അടിച്ച് കൈ തന്നു. എനിക്ക് പുറകെ ബേബിച്ചായൻ ചെന്നു. ഇങ്ങനെ നല്ല മൂഡിൽ അങ്ങനെ ഇരിക്കുക. ഇതേ ആളുടെ അടുത്ത് തന്നെയാണ് ബേബിച്ചായനും ചെല്ലുന്നത്. അദ്ദേഹം ചെന്ന് നിന്നു. ഉടനെ ഇങ്ങനെയൊക്കെ ഒരു നർമ്മബോധം കയ്യിൽ എപ്പോഴും ഉള്ളതുകൊണ്ട് പുള്ളി ഇതേ ചോദ്യമായിരിക്കണം ചോദിച്ചിട്ടുണ്ടാവും, എന്തിനാണ് പോകുന്നതെന്നായിരിക്കാം. അപ്പോൾ അവിടെ ഒന്ന് തിരിഞ്ഞ് എന്നെ ചൂണ്ടിയിട്ട് പുള്ളി പറഞ്ഞു, ഗോയിങ് വിത്ത് ഹിം. പുള്ളി ഇംഗ്ലീഷൊക്കെ ഇച്ചിരി കമ്മിയാണ്, എങ്കിലും പുള്ളി ഇത്രയും പറഞ്ഞു, ഗോയിങ് വിത്ത് ഹിം, സ്മോൾ ബോയ് ഗോയിങ് വിത്ത് ഹിം. അതായത് ഞാൻ കൊച്ചു പയ്യനല്ലേ, അതുകൊണ്ട് ഞാനൊന്ന് കൂടെ പോയിട്ട് വരാം എന്നാണ് ആശാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഏതായാലും അതും ഇങ്ങേർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതിന്മേലും സീൽ വെച്ചു. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിസ ലഭിക്കുന്നു. വലിയ എക്സൈറ്റ്മെൻറ്റായി. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം തിരുവനന്തപുരത്ത് നിന്ന് തന്നെ വീണ്ടും, അന്ന് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ആരംഭിച്ചിട്ടില്ല, കൊച്ചിയിൽ നിന്ന് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകളുമില്ല. അപ്പോൾ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഖത്തറിലേക്ക് പറന്നു. ഖത്തർ എയർവേസിലാണ് ഞങ്ങൾ പോകുന്നത്. അത് ഖത്തറിൽ ചെന്നിട്ട് എന്തോ വൈകി അല്പം. പിന്നീട് സന്ധ്യയോടെയാണ്, ഏതാണ്ടൊരു 4 മണി കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ ലണ്ടൻ ഹീത്രൂ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ചെന്നിറങ്ങുന്നത്. അപ്പോൾ അതൊരു വിൻ്റർ കാലം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ഇരുട്ടി തുടങ്ങി, സന്ധ്യയായി. പുറത്തൊക്കെ പയ്യെ ഇരുട്ട് വീണ് തുടങ്ങിയിരിക്കുന്നു. നല്ല തണുപ്പുള്ള ദിവസമാണ്. മരങ്ങളിലൊക്കെ ഇലകളില്ലാതായിരിക്കുന്നു. ഡിസംബർ മാസം തുടങ്ങി നവംബറിൻ്റെ അവസാനത്തെ ദിവസങ്ങളാണിത്, ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നളിന തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എയർപോർട്ടിൽ നിന്നൊരു ടാക്സി വിളിക്കുക, എന്നിട്ട് ഹോട്ടൽ റോയൽ നാഷണൽ
ബെഡ്ഫോർഡ് അവന്യൂവിലെ റോയൽ നാഷണൽ ചെല്ലുക. റോയൽ നാഷണലിൽ ഞങ്ങൾക്ക് മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ഡബിൾ റൂം. അതിൽ പോയി വൈകിട്ട് തന്നെ ചെക്ക് ഇൻ ചെയ്യുക. എന്നിട്ട് ചെന്നാൽ ഉടനെ തന്നെ, അപ്പോൾ ഞങ്ങൾ സാധാരണഗതി എനിക്ക് തോന്നുന്നത് ഒരു 2:30-3 മണിയാകുമ്പോൾ ലണ്ടനിൽ എത്തേണ്ടിയിരുന്നതാണ്. ഇതൊരു 2-3 മണിക്കൂർ വൈകിയിരിക്കുന്നു. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പുറത്തിറങ്ങി പിറ്റേന്ന് രാവിലെ ഡോവർ തുറമുഖത്തേക്ക് ഞങ്ങൾ മാത്രമല്ല വേറെ പലരും ഉണ്ടാവും, ഡോവർ തുറമുഖത്തേക്ക് ബസ് പുറപ്പെടുന്ന ഒരു ഡിപ്പാർച്ചർ പോയിൻ്റ് ഉണ്ട്. അത് ഈ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അപ്പോൾ അത് സ്ഥലം കണ്ടുവച്ചിട്ട് വേണം പോയി കിടന്നുറങ്ങാൻ. കാരണം പിറ്റേന്ന് രാവിലെ 7:30 ബസ് പുറപ്പെടും ഈ ഡിപ്പാർച്ചർ പോയിന്റിൽ നിന്ന് ഡോവർ തുറമുഖത്തിലേക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതെല്ലാം ഉറപ്പുവരുത്തിയിട്ട് മുറിയിൽ കിടന്നുറങ്ങുക. അതിരാവിലെ ഉണരുക. ഒരു 5 മണിക്കെങ്കിലും എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ഈ ഡിപ്പാർച്ചർ പോയിന്റിൽ നേരത്തെ തന്നെ എത്തുക. പറ്റുമെങ്കിൽ ഒരു 6 മണിക്കെങ്കിലും അല്ലെങ്കിൽ 6:30 ഏറ്റവും ചുരുങ്ങിയത് ഡിപ്പാർച്ചർ പോയിന്റിൽ ചെല്ലുക. അവിടെ ഈ ഡോവറിലേക്ക് ടൂറിസ്റ്റുകളുമായി പോകുന്ന ബസ്സുണ്ടാവും. നിങ്ങൾ ആ ബസ്സിൽ കയറിയാൽ ബസ്സുകാർ ഡോവർ തുറമുഖത്ത് കൊണ്ട് ഇറക്കും. ഡോവർ തുറമുഖത്ത് നിന്ന് ഒരു കപ്പൽ കലായി എന്ന് പറയുന്ന ഫ്രാൻസിൻ്റെ തീരത്തേക്ക് പുറപ്പെടുന്നുണ്ടാകും. 2 മണിക്കൂർ ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്യണം. കലായി തുറമുഖത്ത് നിങ്ങൾ ചെന്നിറങ്ങിയ ഉടനെ തന്നെ അവിടെ ചെന്നിറങ്ങുന്ന അറൈവലിൽ തന്നെ കോസ്മോസിൻ്റെ ബസ്സും ടൂർ ഗൈഡും കാത്തു കിടക്കുന്നുണ്ടാവും. ഇങ്ങനെയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടിരിക്കുന്ന നിർദ്ദേശം. ഞങ്ങൾക്ക് ആദ്യമായിട്ട് യൂറോപ്പിൽ പോവുകയാണ്, ആദ്യകാല യാത്രകളാണ്. ഈ ലണ്ടൻ നഗരം എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്നൊരു ടാക്സി വിളിച്ച് അങ്ങ് ചെല്ലുമ്പോൾ തന്നെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ്. ഒരു എത്തും പിടിയും കിട്ടാത്ത അതിവിസ്തൃതമായ ലണ്ടൻ നഗരം, നമ്മുടെ ചരിത്രത്തിലെല്ലാം പഠിച്ചിട്ടുള്ള ലണ്ടൻ നഗരം, മഹാത്മാഗാന്ധി ചെന്നിറങ്ങിയ, നെഹ്റു പഠിച്ച എത്രയോ പ്രതിഭാശാലികൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സന്ദർശിക്കുകയും സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായി നൂറ്റാണ്ടുകളോളം വിലസുകയും ചെയ്ത ലണ്ടൻ നഗരം. ആ ലണ്ടൻ നഗരത്തിൻ്റെ നടുവിലൂടെ തേംസ് നദി ഒഴുകുന്നു. തേംസ് നദിയെ ക്രോസ് ചെയ്താണ് നമ്മൾ അക്കരെ കടക്കുന്നത്. ഇതൊക്കെ അത്ഭുതത്തോടെ കണ്ട് ഇതിൻ്റെ ഏത് ഭാഗത്താണ് ഹോട്ടൽ എന്ന് മനസ്സിലാവാതെ, നാളെ ഇതിൽ എവിടെയാണ് ഞാൻ ഡിപ്പാർച്ചർ പോയിൻ്റ് എന്ന് അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചോളൂ എന്നുള്ള ധൈര്യത്തിൽ വേവിച്ചാൻ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ വണ്ടിക്കകത്തിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്, കൊട്ടും ശൈത്യമാണ്, ഉദ്ദേശിച്ചതിനേക്കാൾ തണുപ്പാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഈ ബെഡ്ഫോർഡ് വേയിലെ റോയൽ നാഷണൽ ഹോട്ടൽ കണ്ടുപിടിച്ചു. അതിൻ്റെ മുന്നിൽ കൊണ്ട് ഇറക്കി വിട്ടു. അപ്പോഴേക്കും നേരം നന്നായിട്ട് ഇരുട്ടിക്കഴിഞ്ഞു. വഴിയിൽ നിന്ന് ആളുകൾ പയ്യെ അപ്രത്യക്ഷമായി. ഈ വിൻ്റർ കാലത്ത് യൂറോപ്പിലൊക്കെ ഉള്ളൊരു പ്രത്യേകത, ആളുകൾ നേരത്തെ തന്നെ വീടണയും. അതായത് രാത്രി ആഘോഷങ്ങൾ, തെരുവോര ഭക്ഷണശാലകൾ ഇതൊക്കെ നേരത്തെ അടയ്ക്കും. സമ്മറിലാണ് ആഘോഷം മുഴുവൻ. ഈ വിൻ്ററിൽ നേരത്തെ ഇരുട്ടാവുന്നത് കൊണ്ട് തന്നെ സമ്മറിൽ ആളുകൾ പാതിരാത്രി വരെ തെരുവോരങ്ങളിലുണ്ടാവും, വഴിയോര റെസ്റ്റോറൻറ്റുകളിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടാവാം, ആഘോഷ കേന്ദ്രങ്ങളിൽ ആളുണ്ടാവാം. പക്ഷേ ഇവിടെ അതല്ല. ഈ വിൻ്ററിൽ അതല്ല സ്ഥിതി. വിൻ്ററിൽ മനുഷ്യരേ കാണുന്നില്ല നമ്മൾ തെരുവുകളിലെങ്ങും. അങ്ങനെ റോയൽ നാഷണൽ ഹോട്ടലിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങൾക്ക് മുറി കിട്ടി. ഞങ്ങൾ ആ റിസപ്ഷനിലുള്ളവരോട് ചോദിച്ചു, ഇവിടെ എവിടെയാണ് ഈ ഡിപ്പാർച്ചർ പോയിൻ്റ്? ഏതോ ഒരു അഡ്രസ്സും തന്നു. ബെഡ്ഫോർഡ് വേയിലാണെന്ന് എഴുതിയിട്ടുണ്ട്. ബെഡ്ഫോർഡ് വേയിൽ തന്നെയാണ് ഈ ഹോട്ടലും. ഈ ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 നടുമുറ്റങ്ങളുള്ള ഒരു വലിയ ഹോട്ടലാണ്. 6-7 നിലയേ ഉള്ളെങ്കിലും അതിൽ നിറയെ ഹോട്ടൽ മുറികളാണ്. 1500-ലേറെ മുറികൾ അക്കാലത്തുണ്ടായിരുന്നു. ഇന്നും റോയൽ നാഷണൽ ഹോട്ടൽ അവിടെയുണ്ട്. അത് മുഴുവൻ ഇന്ന് ഒരു ഹോട്ടൽ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ചുടുകട്ട എക്സ്പോസ്ഡായി നിൽക്കുന്ന ഭിത്തികളൊക്കെയുള്ള ഒരു ഹോട്ടലായിരുന്നു എന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. മുറിക്കകത്ത് ചെന്ന് ബാഗൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് പുറത്തിറങ്ങി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. നോക്കുമ്പോൾ കടകളെല്ലാം അടച്ചിരിക്കുന്നു, റെസ്റ്റോറൻറ്റുകളെല്ലാം അടച്ചിരിക്കുന്നു. ഈ ഹോട്ടലിൻ്റെ സമീപം തന്നെ, അതിനോട് ചേർന്ന കെട്ടിടത്തിൽ തന്നെ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ്. അതിൽ നിന്ന് കുറച്ച് ജ്യൂസും കുറച്ച് ബ്രെഡും ബിസ്ക്കറ്റോ എന്തൊക്കെയോ ഞങ്ങൾ വാങ്ങി മുറിയിലേക്ക് നടന്നു. ഏതായാലും ഈ സ്ഥലം ഡിപ്പാർച്ചർ പോയിൻ്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. രാവിലെ അത് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ നേരത്തെ തന്നെ കിടന്നുറങ്ങി. ഈ യാത്രകളിലൊക്കെ ഞങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന കരാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ആദ്യം വേവിച്ചനെ ഉണരണം, എന്നിട്ട് ടോയ്ലറ്റിൽ പോയി കുളിച്ച് റെഡിയായി കഴിഞ്ഞിട്ട് എന്നെ വിളിക്കാവുള്ളൂ. എനിക്ക് അത്രയും കൂടെ സമയം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു അഭ്യാസമാണ്. അപ്പോൾ മൂപ്പര് പതിവ് പോലെ തന്നെ ഏറ്റു. രാവിലെ പുള്ളിക്ക് ടോയ്ലറ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ചിട്ടയ്ക്കൊക്കെ വേണം പോകാൻ. അതൊക്കെ ഉണ്ടാക്കുന്ന ഒച്ച എനിക്ക് കേൾക്കാം. ചായയൊക്കെ ഉണ്ടാക്കി എനിക്ക് വേണമെന്ന് ചോദിച്ചു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പുള്ളി എന്നിട്ട് കുളിക്കാൻ കയറി.
അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പുള്ളി കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നില്ല. ഞാൻ അപ്പോഴത്തേക്ക് ഏറ്റു. അപ്പോൾ ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. ഈ ടോയ്ലറ്റിനകത്ത് നിന്ന് വെള്ളം കതകിനടിയിലൂടെ നിറഞ്ഞ് ഈ മുറിക്കകത്തോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ മുട്ടി വാതിക്കൽ ചോദിച്ചാൽ എന്താ അവിടെ സംഭവിച്ചിരിക്കുന്നത്. സംഭവം പുള്ളി പറഞ്ഞു ഒന്നും സംഭവിച്ചില്ല, ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു എവിടെ നിന്നാണ് കുളിക്കുന്നത്? കുളിക്കുന്നപ്പോൾ എവിടെയാ? ബാത്റൂമിൽ നിന്നിട്ട്. ഞാൻ പറഞ്ഞു വാതിൽ തുറക്കാൻ പറഞ്ഞു. പുള്ളി പെട്ടെന്ന് തോർത്തി വാതിൽ തുറന്ന് നോക്കുമ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് രാവിലെ നാട്ടിൻപുറത്ത് രാമമംഗലത്ത് കിണറ്റിൻ്റെ കരയിൽ നിന്ന് ബക്കറ്റ് വെള്ളം കോരി ഒഴിക്കുന്നത് പോലെ ബക്കറ്റിൽ വെള്ളം പിടിച്ച് ചൂടുവെള്ളം നല്ല ലാവിഷായിട്ട് ഒഴിച്ച് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യ നാടുകളിലൊക്കെ ടോയ്ലറ്റുകളിൽ വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോകാനുള്ള ഏക സ്ഥലം ബാത്ത് ടബിനകത്ത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുളിക്കേണ്ടവരൊക്കെ ഈ ബാത്ത് ടബിനകത്ത് കയറി നിന്നുകൊണ്ടോ കിടന്നുകൊണ്ടോ ബാത്ത് ടബിൽ വെള്ളം നിറച്ചിട്ടോ അല്ലെങ്കിൽ അതിനകത്ത് കയറി നിന്നുകൊണ്ടോ വേണം കുളിക്കാൻ. കുളിക്കുമ്പോൾ അങ്ങനെ മാത്രമല്ല, ഈ ബാത്ത് ടബിലേക്ക് ഒരു ഷവർ കർട്ടനുണ്ട്, ഒരു പോളിത്തീൻ കർട്ടനായിരിക്കും. ആ കർട്ടൻ്റെ അടിഭാഗം ഈ ബാത്ത് ടബിനകത്തേക്ക് ഇട്ടിട്ട് വേണം കുളിക്കാൻ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കുന്ന വെള്ളം ഈ ഷവർ കർട്ടനെ വീണിട്ട് അതും ബാക്കി നിലത്തേക്ക് വീഴും. ഈ നിലത്ത് വീണാൽ ഈ നിലത്ത് വീഴുന്ന ടോയ്ലറ്റിൻ്റെ ഫ്ലോറ് യൂറോപ്യൻ സംസ്കാരത്തിൽ അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരത്തിൽ ടോയ്ലറ്റിനകം നനഞ്ഞു കിടക്കാൻ പാടില്ല. ഒരു ഭാഗവും നനഞ്ഞു കിടക്കാൻ പാടില്ല. നനവ് ഈ തണുപ്പ് രാജ്യങ്ങളിൽ അസഹനീയമാണ്, അവർക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും സോക്സൊക്കെ ഇട്ടാണ് ടോയ്ലറ്റിലൊക്കെ കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോക്സ് അല്ലെങ്കിൽ ഊളൻ ചെരുപ്പൊക്കെ പോലുള്ള സാധനങ്ങൾ ധരിക്കും. അപ്പോൾ അതുകൊണ്ട് നനയുക എന്നൊരു സംസ്കാരം അവർക്കില്ല. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമ്മുടെ ബേച്ചായൻ ബാത്ത് ടബിലൊക്കെ കയറി കുളിക്കുന്നത് വലിയ ആഡംബരമല്ലേ എന്നോർത്ത് എളിമ കാണിച്ചതാണ്. പുള്ളി പുറത്തു നിന്ന് കുളിച്ചു, ബക്കറ്റ് നിറയെ വെള്ളം പിടിച്ച് നല്ല ചൂടുവെള്ളത്തിൽ ആഘോഷമായിട്ട് അങ്ങ് കുളിച്ചത് മുഴുവൻ ഇങ്ങോട്ട് ഒഴുകുകയാണ്. അപ്പോൾ രാവിലെ ചെക്കൗട്ട് ചെയ്യണം, വലിയ കുരിശായിരിക്കുകയാണത്. ഇതിങ്ങനെ മുറിക്കൂടെ പരക്കുകയാണ് ഈ വെള്ളം. എന്തു ചെയ്യും? ഒടുവിൽ അദ്ദേഹം കുളിച്ച് കഴിഞ്ഞ ടർക്കിയും ഒക്കെ എടുത്ത് വെള്ളം മുക്കി പിഴിഞ്ഞ് ഞങ്ങൾ ഒരു തരത്തിൽ ഡ്രൈ ചെയ്തെടുത്തു. അപ്പോഴേ തന്നെ ഒരു 15-20 മിനിറ്റ് അങ്ങ് പോയി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് പുറത്തിറങ്ങി ചെക്കൗട്ട് ചെയ്തു ഹോട്ടലിൽ നിന്ന്. ഞങ്ങൾ വീണ്ടും റിസപ്ഷനിൽ നോക്കുമ്പോൾ വേറെ ആളുകളാണ്, ഇന്നലെ കണ്ട ആൾക്കാർ. അവരോട് ചോദിച്ചു ഡിപ്പാർച്ചർ പോയിൻ്റ് എവിടെ? അവർ പറഞ്ഞു വി ഡു നോട്ട് നോ, യു ആസ്ക് സമ്മൺ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. അപ്പോൾ സമയം ഒരു 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ കടകളൊന്നും തുറന്നിട്ടില്ല, ആരെയും കാണുന്നില്ല. ഞങ്ങൾ ആ സ്ട്രീറ്റിൽ കൂടെ മുന്നോട്ട് നടന്നു. അപ്പോൾ അവിടെയൊക്കെ യൂറോപ്പിൽ എങ്ങനെയാണ് റോഡിൻ്റെ പേര് കണ്ടുപിടിക്കേണ്ടതെന്ന് പോലും അറിയില്ല. ഗൂഗിൾ മാപ്പില്ല, മൊബൈൽ ഫോണില്ലാത്ത കാലം, മൊബൈൽ ഫോൺ പോലും ഇല്ല, അതാണ് രസം. അപ്പോൾ ഞങ്ങൾ കുറേ ദൂരം ആ സ്ട്രീറ്റിലൂടെ നടന്നു. ബെഡ്ഫോർഡ് വേ എന്ന പേര് വായിക്കാൻ വേണ്ടി ഇല്ല. മറ്റൊരു സ്ട്രീറ്റിലൂടെ നടന്നു, ഇല്ല. വേറൊരു സ്ട്രീറ്റിൽ കൂടെ നടന്നു. ഇങ്ങനെ ഒരു അരമണിക്കൂർ നേരം ഈ ഹോട്ടലിന് ചുറ്റും പല സ്ട്രീറ്റുകളിലൂടെ നടന്നു. നളിന പറഞ്ഞത് ഇതിന് തൊട്ടടുത്ത് തന്നെയാണെന്നാണ്. ഞങ്ങൾക്ക് ഒരു എടുത്തും പിടിയും കിട്ടുന്നില്ല. ഒടുവിൽ ഞങ്ങൾ വീണ്ടും തിരിച്ച് ഹോട്ടലിലേക്ക് വന്നു. ഹോട്ടലിൽ വന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലിൻ്റെ റിസപ്ഷനോട് ചേർന്ന് കോയിനിട്ട് വിളിക്കാവുന്ന 1-2 ഫോണുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഈ ടൂർ കമ്പനി ഒന്ന് വിളിക്കാം എന്ന് കരുതി അവരുടെ ഫോൺ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, എവിടെയാണ് ഡിപ്പാർച്ചർ പോയിൻ്റ്? ഞാനിപ്പോൾ റോയൽ നാഷണൽ ഹോട്ടലിലാണ്, എവിടെയാണ്? ഒരു 10 തവണ ഇതേ ചോദ്യം ഞാൻ അങ്ങ് ചോദിച്ചാൽ എനിക്കറിയാം. അവരെന്തോ ഇങ്ങോട്ട് പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല. ഒടുവിൽ ഞാൻ ഫോൺ വെച്ചു. അപ്പോൾ ബേച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ എൻ്റെ ഒരു പെങ്ങളും അളിയനും ഈ ലണ്ടനിൽ താമസിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു എന്നിട്ട് ഇപ്പോഴാണോ പറയുന്നത്? നമ്മൾ ഈ ടെൻഷൻ അടിച്ച് ഇത്രയും നിന്നിട്ട് അവരെ വിളിച്ചാൽ പോരായിരുന്നോ? എടാ ഇവിടുത്തെ ഒരു രീതിയൊന്നും നമുക്കറിയത്തില്ല, അവരെ വിളിച്ചാൽ അവർ വരുമോ, അവർ സഹായിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഏതായാലും ഞാൻ നമ്പർ കൊണ്ടുവന്നിട്ടുണ്ട്, തീരെ നിവൃത്തിയില്ലേ വിളിക്കാൻ വേണ്ടി ഞാൻ വെച്ചിരുന്നതാണ്, നീ ഇതൊന്ന് വിളിച്ചേ. അപ്പം ഞാൻ ആ നമ്പർ തന്നു, അത് വിളിച്ചു. അവിടെ ബെല്ലടിക്കുന്നുണ്ട്. കുറേ സമയം ബെല്ലടിച്ച് കഴിഞ്ഞിട്ട് ആ ഫോൺ ആരോ എടുത്തപ്പോൾ ഞാൻ ഫോണ് അച്ചാൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ അളിയനോ മറ്റാണ് ഫോൺ എടുത്തത്. കുറേ നേരം കുശലം പറഞ്ഞു. അപ്പം ഞാൻ ഇദ്ദേഹത്തെ തോണ്ടുന്നുണ്ട്, പെട്ടെന്നാട്ടെ പറഞ്ഞ് അവസാനിപ്പിക്കുക, കാര്യം പറ. പുള്ളി അപ്പോഴും വീട്ടുവിശേഷം, വീട്ടിൽ റബ്ബർ വെട്ടിയ കാര്യങ്ങൾ, റബ്ബർ തടി വിറ്റ കാര്യങ്ങൾ, കാരണവന്മാരുടെ വിശേഷങ്ങൾ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു നമുക്ക് തിരിച്ചു വന്നിട്ട് പറയാം, ഇപ്പം ബസ് പുറപ്പെടും. ഒടുവിൽ പുള്ളി പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരനോട് കൂടെയുണ്ട്, പുള്ളിക്ക് എന്തോ ഒരു സംശയമുണ്ടെന്ന് കൊടുക്കാം എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു, അതെ ഞങ്ങൾ ഇപ്പോൾ യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ ഒരു ബസ് പിടിക്കാൻ നിൽക്കുകയാണ്.
ആ ബസ് 7:30 പുറപ്പെടും. ഇപ്പം മണി 7 മണി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് അരമണിക്കൂറിനകം ബസ് കണ്ടുപിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ 10,000 രൂപ കൊടുത്ത് ബുക്ക് ചെയ്തിരിക്കുന്ന ആ ടൂർ ക്യാൻസലാവും. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പോലും, ലണ്ടനിൽ താമസിക്കാൻ അടുത്ത ദിവസങ്ങളിലേക്ക് ഒരു ഹോട്ടലും ബുക്ക് ചെയ്തിട്ടില്ല. തന്നെയുമല്ല, അതിന് മാത്രമുള്ള പൈസയും ഞങ്ങളുടെ കയ്യിലില്ല. യൂറോപ്പിൽ കറങ്ങാൻ വേണ്ടി കോസ്മോസിന് പൈസ മുഴുവൻ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞതാണ്. ഇനിയുള്ള 10-20 ദിവസത്തെ യാത്ര, ഭക്ഷണം, താമസം, ഇതിനെല്ലാം പൈസ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് കയറിപ്പോകാൻ ഞങ്ങളെ വന്നൊന്ന് കയറ്റിവിടണം. ഈ സ്ഥലം ആരും പറഞ്ഞു തരുന്നില്ല, ഞങ്ങൾക്കും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് പുള്ളി പറയുന്നത്, അതെ, ഞങ്ങൾ താമസിക്കുന്നത് ലണ്ടനിൽ നിന്ന് ഒരു 2 മണിക്കൂർ അകലെയാണ്. തന്നെയല്ല, ഇന്ന് രാവിലെ ഞാൻ ഇനി കുളിച്ച് റെഡിയായി അവിടെ വരുമ്പോഴത്തേക്കും ഒരു 9 മണിയെങ്കിലും ആവും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ വന്നിട്ട് കാര്യമൊന്നും നടക്കുകയില്ല. എനിക്ക് അപ്പോഴേ കാര്യം മനസ്സിലായി, ഇത് നടക്കുന്ന കാര്യമല്ല. ഞാൻ ആ ഫോൺ അങ്ങ് വെച്ചു. ഈ ബസ് ഇന്ന് കിട്ടാൻ പോകുന്നില്ല, ഈ സ്ഥലം കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അപ്പം ഞാൻ മനസ്സിൽ കണ്ടു, ഈ വേച്ചേൻ്റെ അളിയൻ്റെയും പെങ്ങളുടെയും വീട്ടിലേക്ക് പോവുക, എന്നിട്ട് അവരുടെ ചിലവിൽ ഇനി അടുത്ത 10-20 ദിവസം താമസിച്ച് ബ്രിട്ടനെങ്കിലും ചൊവ്വേനേരം ഒന്ന് കാണുക, എന്നിട്ട് മടക്കയാത്ര ടിക്കറ്റിൻ്റെ അന്ന് തിരിച്ച് കയറി പോവുക, യൂറോപ്പിൽ കൂടെ കറങ്ങിയ ഗമയിൽ നാട്ടിൽ ചെന്ന് ഇറങ്ങുക, ഇനിയിപ്പോൾ അതേ ഉള്ളൂ വഴി എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ റോഡിൻ്റെ മറ്റേ സൈഡിൽ ഒരു ചെറിയ കട, ആ കട താഴൊക്കെ തുറന്ന് ഒരാൾ ഷട്ടർ പൊക്കുന്നു. അപ്പോൾ നോക്കുമ്പം ഒരു മലയാളിയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചു, മലയാളിയാണോ? അപ്പോൾ അങ്ങേർക്ക് മനസ്സിലാവുന്നില്ല എന്താ ചോദിച്ചെന്ന്. പിന്നെ ഇംഗ്ലീഷിലായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ശ്രീലങ്കയിൽ നിന്നാണ്, ശ്രീലങ്കൻ പൗരനാണ്, ഞാൻ ഇവിടെയാണ് കുറേ വർഷങ്ങളായിട്ട്. ഞാൻ ചോദിച്ചു, ഇത് എവിടെയാണ് ഈ ബെഡ്ഫോർഡ് വേ? അപ്പോൾ ബെഡ്ഫോർഡ് വേ ഇത് തന്നെയാണ്, നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത്? ഡിപ്പാർച്ചർ പോയിൻ്റ്. അപ്പോൾ അയാൾ ഈ അഡ്രസ്സ് എല്ലാം വായിച്ചിട്ട് അദ്ദേഹം ഈ കെട്ടിട നമ്പറാണ് അവിടെ കൊടുക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഈ നമ്പറുകളാണ്. അപ്പോൾ അടുത്ത നമ്പർ മിക്കവാറും ഈ കെട്ടിടത്തിനകത്തായിരിക്കും. ഞാൻ പറഞ്ഞു, ആ കെട്ടിടത്തിനകത്ത് ഹോട്ടലാണ്, അവിടെ നിന്നാണ് ഞങ്ങൾ ഇറങ്ങി വന്നത്, റോയൽ നാഷണൽ ഹോട്ടൽ. അങ്ങനെയാണെങ്കിൽ ആ ഹോട്ടലിൻ്റെ നടുക്ക് ഒരു നടുമുറ്റത്ത് ചിലപ്പോഴൊക്കെ ബസ്സുകൾ വന്ന് നിൽക്കുകയും അതിനകത്ത് നിന്ന് ഇറങ്ങി വരികയും ചെയ്യുന്ന കാണാറുണ്ട്. ആ ഹോട്ടലിൻ്റെ നടുമുറ്റത്തേക്ക് ചെല്ലും, അവിടെയായിരിക്കും ചിലപ്പോൾ. ഞങ്ങൾ തിരിച്ചോടി ഹോട്ടലിനകത്തേക്ക് കയറി ചെന്നു. ഹോട്ടലിനൊരു നടുമുറ്റം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ നടുമുറ്റം വളരെ വിശാലമായൊരു നടുമുറ്റമാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് കോഫി ഷോപ്പൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഇതാ ഒരു ബസ് അതിൻ്റെ സൈഡ് ചേർന്ന് കിടക്കുന്നുണ്ട്. വലിയ വിശാലമായൊരു നടുമുറ്റമാണത്. നമ്മളവിടെ പല കാറുകളും ഒക്കെ കിടക്കുന്നതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. ഈ ഹോട്ടലിൽ വരുന്ന ആരൊക്കെയോ വന്നു പോകുന്നതെന്ന് ഞങ്ങൾ കരുതിയുള്ളൂ. ഒരു ബസ് പുറപ്പെടാൻ ഒരുങ്ങി അങ്ങനെ നിൽക്കുകയാണ്. അതിന് സമീപം ഒരു ചെറിയ ടേബിളും ഒരു കൗണ്ടറും കുറച്ച് ബാനറുകളും ഒക്കെ ആയിട്ട് ഒരു സ്ത്രീ അതൊക്കെ മടക്കി കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഓടി അവരുടെ അടുത്ത് ചെന്ന് ഈ കയ്യിൽ ഈ ടിക്കറ്റുണ്ട്, കൊണ്ടുപോയി കാണിച്ചു. ഇത് ഡോവറിലേക്ക് പുറപ്പെടുന്ന ബസ്സാണോ? അപ്പോൾ അവർ ചോദിച്ചു, ഒരു വൃദ്ധ സ്ത്രീയാണ്, വളരെ ഗൗരവത്തിലാണ്. ആണെങ്കിൽ ഞങ്ങൾ 2 പേരും പോകാനുണ്ട്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, എന്തിനു പോകുന്നു? ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാണ്, കോസ്മോസിൻ്റെ ടൂറിൽ പോകാൻ വേണ്ടി ഇവിടെ വരണമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്കിത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവർ ഇംഗ്ലീഷിൽ കുറേ ചീത്തയൊക്കെ പറഞ്ഞു, ബസ് ഇപ്പോൾ പുറപ്പെട്ടേനെ, നിങ്ങളെ നോക്കി ഇത്രയും നേരം നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ പേപ്പറെല്ലാം ചെക്ക് ചെയ്തു, പാസ്പോർട്ട് നോക്കി ടിക്ക് ചെയ്തു, ബസ്സിനകത്തേക്ക് വന്ന് വാതൊക്കെ മുട്ടിയപ്പോൾ ഡ്രൈവർ വാതിൽ തുറന്നു, ഞങ്ങളെ കയറ്റി. എന്നിട്ട് എന്നെ വിളിച്ചു. ബേച്ചനാദ്യം കയറി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നേ വരെ ഒരു ഇന്ത്യക്കാരനും സമയനിഷ്ഠ പാലിച്ചിട്ടില്ല, നിങ്ങളായിട്ട് അതിൽ മാറ്റം വരുത്തരുത്, പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബസ്സിനകത്ത് കയറി സീറ്റിലിരിപ്പുറപ്പിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരാശ്വാസമായിരുന്നു. പിന്നെ അങ്ങോട്ട് സംഭവ ബഹുലമായ 10-20 ദിവസങ്ങളായിരുന്നു. ആ യാത്രയിലെ എല്ലാ സംഭവങ്ങളും ഞാൻ പറയുന്നില്ലെങ്കിലും അതിൽ വേറെയും രസകരമായ കുറേ സംഭവങ്ങളുണ്ടായി. ആ കഥകളിലേക്ക് അടുത്ത ദിവസം.